ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വാക്യങ്ങൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് വളരെ സുപരിചിതമായ വാക്യങ്ങളാണിത്. ഞാൻ വായിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളരെ സുപരിചിതമായ വാക്യങ്ങളാണിത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഫിലിപ്പിയരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ എന്ത് ഭാവമാണ് എന്ന് പിന്നീട് പറയുന്നു. അവൻ ദൈവമാണ്. ദൈവമായിരുന്നിട്ട് തന്നെ താൻ എങ്ങനെയാണ് ഭൂമിയിൽ വന്നത്? ഒരു സാധാരണ മനുഷ്യനായി, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച്. അപ്പോൾ അവിടെ പറയുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. താൻ പൂർണ്ണ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. എന്നാൽ ദൈവമെന്നുള്ള രീതിയിലുള്ള പ്രതാപമോ അധികാരമോ ഒന്നും കാണിച്ചല്ല കർത്താവ് ആ സമൂഹത്തിൽ നടന്നത്. ഒരു സാധാരണ വ്യക്തിയായിട്ട്. അപ്പോൾ പലപ്പോഴും ആളുകൾ കർത്താവിനെ വിളിച്ചിരുന്നത് തച്ചൻ്റെ മകൻ, ഇവൻ ആ മറിയയുടെ മകനല്ലേ, അല്ലെങ്കിൽ യോസേഫിൻ്റെ മകനല്ലേ. ഇവൻ്റെ സഹോദരങ്ങളൊക്കെ നമുക്കറിയാവുന്നവരാണല്ലോ. അതായത് വെറും സാധാരണക്കാരായിട്ട്. ആക്ച്വലി അവൻ ആരാണ് എന്ന് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 40:12. എത്ര തേജസ്സും മഹിമയും ഉള്ളവനാണ് അവൻ. ഇത് വായിക്കുന്നത്, തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ. അവനാണ് കർത്താവ്. കാരണം ഭൂമിയെ, പ്രപഞ്ചത്തെ, നക്ഷത്രങ്ങളെ എല്ലാം സൃഷ്ടിച്ചവൻ, എല്ലാം തനിക്കായിട്ടും തന്നിൽ കൂടെയും സൃഷ്ടിച്ചവൻ. ഇപ്പോൾ എവിടെയാണ്? ഭൂമിയിൽ നമുക്ക് വേണ്ടി മനുഷ്യനായി ജനിച്ചു. ഇനി മനുഷ്യനായി ജനിച്ചു എന്ന് തന്നെയാണോ? അതായത് ദൈവമാണെന്നുള്ള ഭാവത്തിൽ സാധാരണ മനുഷ്യരിൽ നിന്നും അകന്ന് ജീവിക്കാതെ എങ്ങനെയാണ് തന്നെത്താൻ ഒഴിച്ച്, അതായത് ആ പ്രതാപമൊക്കെ മാറ്റി വെച്ചിട്ട് താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എങ്കിൽ തന്നെയും തന്നെത്താൻ താഴ്ത്തി. ഇനി അത് മാത്രമാണോ? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആരെ അനുസരിച്ചു? പിതാവിനെ അനുസരിച്ചു. എന്തിനു വേണ്ടി പിതാവിനെ അനുസരിച്ചു? ലോകാരംഭം മുതൽ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ്, കാൽവറിയിൽ യാഗമായി തീരുവാനായിട്ടാണ് അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നുള്ള ഒരു പ്രത്യേക പദവി അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് മനുഷ്യനായി വന്നത്? ഈ സാധാരണ മനുഷ്യനെ രക്ഷിക്കാനായിട്ട്. ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അവനെ പാപത്തിൽ നിന്നും വിടുവിക്കാനായിട്ട്. അത് ദൈവം വെച്ചിരുന്ന നിയമമനുസരിച്ച് രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല എന്നുള്ള കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് താൻ ദാസരൂപത്തിൽ, അതായത് സാധാരണ ഒരു മനുഷ്യനായി വന്ന് പിതാവിൻ്റെ ഹിതം സാധിച്ചു. പിതാവിൻ്റെ ഹിതം എന്തായിരുന്നു? പിതാവ് ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യനെ സ്നേഹിച്ചു. അതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. എങ്ങനെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാകാനായിട്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ കാൽവറി യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവരും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ പങ്കപ്പാടുകളൊക്കെ നമ്മുടെ കർത്താവ് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തത്. അത്രയധികം താഴ്മയോടെ വിനയത്തോടെ തന്നെ പിതാവിൻ്റെ മുൻപിൽ സമർപ്പിച്ച ഒരു യേശു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരോട് പറയുന്നത്, നിങ്ങൾ വെറുതെ അന്യോന്യം പിണങ്ങിയിരിക്കുകയും അന്യോന്യം പഴിചാരുകയും ഒരൊത്തൊരുമയില്ലാതെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ കർത്താവിനെ നോക്ക്, കർത്താവിൻ്റെ ക്രൂശിലേക്ക് നോക്ക്, കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അവൻ ആരായിരുന്നു, അവൻ ആരാണ്. എന്നിട്ട് തന്നെയും നമുക്ക് വേണ്ടി അവൻ ദാസരൂപമെടുത്ത് അത്ര വിനയത്തോടെ അത്ര കൃപയോടെ നമ്മോട് ഇടപെട്ടുവെങ്കിൽ നാം എത്രമാത്രം ആ സ്വഭാവത്തോട് അനുരൂപപ്പെടേണ്ടവരാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരോട് പറയുന്നത്. നമുക്ക് വളരെ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയിലുള്ള ഭാവം, ആ താഴ്മയുള്ള മനോഭാവം ഞങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവെ, അന്യോന്യം സ്നേഹിക്കുവാനും അന്യോന്യം കരുതുവാനും അന്യോന്യം സ്നേഹത്തിൽ കീഴ്പ്പെട്ടിരിക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് തരുന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സകല മഹത്വം അവിടുത്തേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.